കേരള പോലീസ് പല രീതിയിലും ഈ നിയമപരിപാലനം എന്നതിനപ്പുറത്തേക്ക് പല രീതിയിലും ഇടപെടാറുണ്ട്. സഹായകരമായ രീതിയിൽ പ്രതീക്ഷിക്കാതെ ലഭിക്കുന്ന സഹായകരമായിട്ട് നമ്മൾ കഴിഞ്ഞ തവണ കൊച്ചിയിൽ നീറ്റ് പരീക്ഷയ്ക്ക് വന്നൊരു വിദ്യാർത്ഥിയെ സഹായിക്കുന്ന പോലീസ് സംഘത്തെ കണ്ടു. ഇപ്പോൾ കഴിഞ്ഞ ദിവസം LLB പരീക്ഷയ്ക്ക് അതിനൊരു എൻട്രൻസ് പരീക്ഷയ്ക്ക് എത്തിയ ഇതര സംസ്ഥാനക്കാരി ആന്ധ്ര സംസ്ഥാനക്കാരിയായ അവർക്ക് ഇതുപോലെ ലഗേജുകൾ നഷ്ടപ്പെട്ടു. പക്ഷേ നമ്മുടെ ഈ പോലീസ് സുഹൃത്തുക്കളുടെ സ്തുത്യർഹമായ ഒരു ഇടപെടൽ കൊണ്ട് അത് തിരിച്ചു കിട്ടി എന്നതാണ്. അത് വളരെ പെട്ടെന്നുള്ളൊരു നടപടിയായിരുന്നു. അത് എന്തായിരുന്നു സാർ ഇതിലൊരു സംഭവം? ഞായറാഴ്ച ഒരു 3:40 ആയിരുന്നപ്പോൾ ഞാനവിടെ ജംഗ്ഷനിൽ ട്രാഫിക് കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ നോക്കിയപ്പോൾ ക്യാബിനിലേക്ക് 2 ലേഡീസ് വരുന്നുണ്ട്. അപ്പോൾ എന്താണെന്ന് അറിയാനായിട്ട് ഞാൻ അവിടെ നിന്ന് വന്നു ചോദിച്ചു കഴിഞ്ഞപ്പോഴാണ് ഇവർ ഈ ആന്ധ്ര സ്വദേശികളായ അമ്മയും മോളുമാണ്. അവർ മോളെ എൻട്രൻസ് എക്സാം LLBയുടെ എൻട്രൻസ് എക്സാം എഴുതാൻ വന്നതാണ്. അപ്പം എൻട്രൻസ് എക്സാം രാജഗിരി കോളേജിലായിരുന്നു. അത് കഴിഞ്ഞ് അവർ മടങ്ങുന്ന വഴിക്ക് വൈറ്റ്ല ഹബ്ബിൽ നിന്ന് ഹൈക്കോർട്ട് ബസ്സിനാണ് കയറിയത്. ഒരു പച്ച കളർ ബസ്സെന്ന് പറയുന്നു. പിന്നെ ഒരു ടിക്കറ്റും കാണിക്കുന്നു CBS എന്നുള്ളൊരു നമ്പറോ വേറെ ബസ്സിൻ്റെ നമ്പറോ യാതൊന്നും നമുക്ക് ഐഡൻറ്റിഫൈ പേരില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞത് ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് കണ്ടുപിടിക്കാൻ, നമ്മൾ നോക്കാം. പിന്നെ ആ സമയം നമുക്ക് സ്റ്റേഷനിൽ വിളിച്ച് പറഞ്ഞ് കൺട്രോൾ റൂമിലും മറ്റും അറിയിക്കാമെന്ന് പറഞ്ഞ് അവർ അതിൻ്റെ മെസ്സേജ് കൊടുക്കുകയും ചെയ്തു. അന്നേരം തന്നെ ഞങ്ങൾ പിന്നെ മഴ ആണെങ്കിൽ പിന്നെ അവർക്ക് വരെ കുട കൊടുത്ത് നമ്മൾ നേരെ ഹബ്ബിൽ വന്ന് ഓരോരോ വണ്ടിക്കാരെ കാണിച്ചു. പിന്നെ അവർ അസോസിയേഷൻ മെമ്പർമാരായിട്ട് കോൺടാക്ട് ചെയ്തു. അവരെ നമ്മൾ ടിക്കറ്റ് വാട്സാപ്പ് ഇട്ട് കൊടുത്തു. അപ്പോൾ അവരോട് ചോദിച്ചു കഴിഞ്ഞാൽ സാറേ ഞങ്ങൾ നോക്കട്ടെ, കിട്ടുകയാണെങ്കിൽ നമ്മൾ അറിയിക്കാമെന്നാണ്. അവർ പല ബസ്സുകളിലും മെസ്സേജ് കൊടുത്തു. പക്ഷേ നമുക്ക് പെട്ടെന്ന് പ്രയോജനം ഉണ്ടായില്ല. അപ്പോൾ നമ്മളങ്ങനെ പിന്നെ വരുന്ന ബസ്സുകളെല്ലാം തന്നെ നമ്മൾ തടഞ്ഞു നിർത്തി നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞാനും ജിജേഷും സുധൻ സാറും അങ്ങനെ നോക്കി കഴിഞ്ഞിട്ട് നമുക്കൊരു രക്ഷയും കിട്ടുന്നില്ല. അപ്പോൾ അതിനിടയ്ക്ക് CCTV ഉണ്ട്. അപ്പോൾ CCTV അവർ 2:30 അവിടെ KSRTC പോയി അന്വേഷിച്ചപ്പോൾ 2:30 കൂട്ടിപ്പോയെന്ന് പറഞ്ഞു. അപ്പോൾ അവരെ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ സാറേ നാളെ രാവിലെ 8:45 വരുള്ളൂ. അപ്പോൾ അന്നേരത്ത് നമുക്ക് നോക്കാം, അത് നമുക്ക് കണ്ടുപിടിച്ചെടുക്കാം എന്നുള്ള രീതി. അപ്പോൾ ഈ പിള്ളേർക്ക് ഇവർക്ക് അന്ന് വൈകിട്ട് 8:45 ട്രെയിന് പോകേണ്ടതായിരുന്നു. അപ്പോൾ അവർ ഒരു സാധാരണ കുടുംബത്തിലായതുകൊണ്ട് അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട്, അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ട്. പിന്നെ ഈ ഇവിടെ തങ്ങാനുള്ള ഇത് വരും. അപ്പോൾ നമ്മൾ പറഞ്ഞു അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അവിടെ MG റോഡിൽ മെട്രോയുടെ ഡോർമെറ്ററി ഉണ്ട്, അവിടെയാണെങ്കിൽ റേറ്റ് കുറവാണ്, അങ്ങനെ അവിടെ പോയി തങ്ങിയിട്ട് നാളെ വാന്നുള്ള രീതിയിൽ നമ്മൾ പറഞ്ഞു. പിന്നെ ഈ കൊച്ചിൻ്റെ ഒരു സങ്കടകരമായ മുഖം കണ്ടു കഴിഞ്ഞപ്പോൾ നമ്മളന്ന് വീണ്ടും നമുക്കും മക്കളൊക്കെ ഉള്ളതാണല്ലോ. അപ്പോൾ അതനുസരിച്ച് നമ്മൾ വീണ്ടും നമുക്കൊന്നുകൂടെ നോക്കാമെന്നുള്ള രീതി അങ്ങനെ നോക്കി കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ ബസ് ജീവനക്കാരെ നമ്മളിത് പറഞ്ഞ് ടിക്കറ്റ് കാണിച്ചു. അപ്പോൾ ഒരു ബസ് ജീവനക്കാരോട് ഇങ്ങനെ പറഞ്ഞു നമ്മുടെ ഒരു ആ കൊച്ച് ഒരു വീഡിയോ ചേർത്തെടുത്തിട്ടുണ്ട്. ഒരു 2-3 സെക്കൻഡ് ആയതുകൊണ്ടേ ഉള്ളൂ. അതായത് ബസ്സിൻ്റെ അകത്ത വീഡിയോ എടുത്തപ്പോഴേക്കും ആ വീഡിയോ കണ്ട് തിരിച്ചറിയാം വീഡിയോ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ നോക്കിയിട്ട് നമുക്ക് കണ്ടക്ടറുടെ ഫേസ് ഒന്നും കിട്ടില്ല, കഴുത്തിന് താഴേക്കാണ് വീഡിയോ കിട്ടുന്നത്. അപ്പോൾ ആ ബസ് ജീവനക്കാരെങ്ങനെ പറഞ്ഞു സാറേ എന്നാൽ ഉള്ളിൽ നിന്ന് കാണിക്കുകയാണെങ്കിൽ പറയാൻ പറ്റുമെന്ന് പറഞ്ഞു. അപ്പോൾ അദ്ദേഹത്തെ കാണിച്ചപ്പോൾ കണ്ട ആ നിമിഷം തന്നെ അദ്ദേഹം പറഞ്ഞത് ഫ്രണ്ട്സ് ബസ്സാണ് അതാണ്. അങ്ങനെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഫ്രണ്ട്സ് ബസ് ലാസ്റ്റ് അവിടെ ഹബ്ബിൽ ഒതുക്കിയേക്കുമായിരുന്നു. പിന്നെ നേരെ ചെന്ന് നോക്കിയപ്പം ബരത്തിൽ സാധനം ബാഗിരിപ്പുണ്ട്. ബാഗ് എടുത്ത് ജിജേഷ് എന്ന് എടുത്തുകൊണ്ട് വന്നു. കൊച്ചിനെ അങ്ങനെ പൊക്കി കാണിച്ചപ്പോൾ തന്നെ ഭയങ്കര സന്തോഷമായി. വളരെ നന്ദിയോടെ ആകാശത്തിലേക്ക് നോക്കി ദൈവത്തിന് നന്ദി അർപ്പിക്കുന്ന മുഖമാണ് നമുക്ക് കണ്ട്. അതിനുശേഷം നമ്മൾ അവർക്ക് കൊടുത്ത് ഹാപ്പിയായി. അവരെ നമ്മൾ അന്നേരം 8 മണിക്ക് ട്രെയിൻ, അപ്പോൾ 7 മണിയോളമായി. ഉടനെ തന്നെ നമ്മൾ മെട്രോ സ്റ്റേഷനിൽ അവരെ കൊണ്ടുപോയി മെട്രോന് പറഞ്ഞു വിടും. ജോർജ് സാറ് ട്രാഫിക് SI ആണ്. അതുപോലെ തന്നെ ജിജേഷ് ട്രാഫിക്കിൽ തന്നെ ഉദ്യോഗസ്ഥൻ, ഒപ്പം തന്നെ സുധൻ സാർ, ഇവർ 3 പേരും അടങ്ങുന്ന സംഘമാണ്. നമ്മൾ പറയുമ്പോൾ വലിയ രീതിയിലേക്ക് തോന്നില്ല, വളരെ പെട്ടെന്നുള്ള നടപടികൾ, ഇടപെടലുകളൊക്കെ ആയിരുന്നു. എന്തായിരുന്നു ആ കുട്ടിയെ കൊണ്ട് കാണിക്കുമ്പോഴേക്കും? അതിനു മുമ്പ് ഞങ്ങളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു 7 മണി 4 മണി തുടങ്ങി 7 മണി വരെ ആയപ്പോൾ ഞങ്ങൾ തളർന്നു. കോഴിച്ചിരിൻ്റെ മഴ എല്ലായിടത്തും അന്വേഷിച്ച് എല്ലായിടത്തും മെസ്സേജ് കൊടുത്ത് വാട്സപ്പുകളിലൂടെ വിട്ടിട്ടും കൂടി ഞങ്ങൾക്ക് ഒരു വിവരവും കിട്ടിയില്ല. അപ്പോൾ ഈ 3 സെക്കൻഡ് വീഡിയോയിലാണ് ഞങ്ങൾ നിൽക്കണത്. അപ്പോൾ അതിൽ നോക്കിയപ്പോൾ ടൗൺ ഹാൾ കണ്ട്. ടൗൺ ഹാൾ ലെഫ്റ്റ് സൈഡിൽ വരണമെങ്കിൽ നമ്മൾ വൈറ്റിലെ സർക്കുലർ ഓടിയാൽ മാത്രമേ ആടുള്ളൂ. അപ്പോൾ ആ സർക്കുലർ ബസ്സിലോട്ട് ഞങ്ങൾ ശ്രദ്ധ കരുതി. എന്നാൽ തന്നെ 50ഓളം ബസ് പിന്നെയും കിടക്കുകയാണ്. അതിൽ തന്നെ എല്ലാ ഹബ്ബിൽ വരികയില്ല. എങ്കിലും ഞങ്ങൾ ഓരോ വണ്ടിയും ഈ പച്ച കളർന്ന് പറഞ്ഞേക്കണ കാരണം ആദ്യം തുടങ്ങി തന്നെ പൂത്തോട്ട, കോട്ടയം എല്ലാ വണ്ടിയും ചെക്ക് ചെയ്തായിരുന്നു. പക്ഷേ ലാസ്റ്റ് ഇതിലോട്ട് വന്നപ്പോൾ ഇതിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച്. അപ്പോൾ എന്നിട്ട് ഞങ്ങൾ അവസാനിപ്പിക്കുക. ഈ കൊച്ചിനെ ഇവിടെ താമസിച്ചുകൊണ്ട് പിറ്റേ ദിവസം എടുത്ത് 9 മണിക്ക് അസോസിയേഷൻ ഓഫീസ് തുറന്ന ശേഷം എടുത്തു കൊടുക്കാമെന്നുള്ള രീതിയിൽ വന്ന്. അപ്പോൾ അങ്ങനെ നിന്നപ്പോൾ ഈ കൊച്ചു എന്നോട് വന്നിട്ട് പറഞ്ഞു സാറേ ആ കിടക്കണം നിർത്തിയിട്ട ബസ്സും കൂടി
അപ്പോൾ കുറേ ബസ്സൊക്കെ അവിടെയൊക്കെ നിർത്തിയിട്ട് ഇവരൊക്കെ റെസ്റ്റ് ചെയ്യുന്നുണ്ട്. ലാസ്റ്റ് ഞായറാഴ്ച ആയതുകൊണ്ട് തിരക്കില്ല, ആളില്ല, എല്ലാം പാർക്ക് ചെയ്ത് തുടങ്ങി. അപ്പോൾ ആ ബസ്സൊക്കെ ഒന്ന് കയറി ഇറങ്ങി പരിശോധിക്കാൻ പറ്റും. അപ്പോൾ ഒന്നൊന്നായിട്ട് ഞങ്ങളെല്ലാവരും, അപ്പോൾ സാറ് അപ്പുറത്ത് VHF മറ്റേ CCTV നോക്കാൻ പോയി, സാറും മഴയത്ത് നടക്കുക. അപ്പോൾ ഇത് പറഞ്ഞ വഴി ഞാൻ ആ ബസ്സുകളൊക്കെ ഓരോന്നാ പരിശോധിച്ച്. അപ്പോൾ അവരൊക്കെ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ബസ് ചെല്ലുമ്പോൾ തന്നെ അവർ പറയും ഇതിനകത്തോട്ട് കയറേണ്ട സാറേ, ഇതിനകത്ത് പരിശോധിച്ചാന്ന് പറയും. അങ്ങനെ നിൽക്കുക ചെയ്ത് ഞാൻ പുറത്തിറങ്ങിയപ്പോൾ ഇത് പുറത്തിറങ്ങിയപ്പോൾ അവിടെ ഇത് കൂടിയെന്ന് വെച്ചാൽ ബസ് ജീവനക്കാർ തന്നെ എന്നോട് ചോദിച്ച് ഇത് സാറേ ഇതുവരെയായിട്ടും കിട്ടിയില്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ആ കൊച്ച് 3 സെക്കൻഡ് വീഡിയോയിൽ 1 സെക്കൻഡും കൂടി എടുത്താർന്ന് ആ കണ്ടക്ടറുടെ മുഖം പതുങ്ങിയേനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ പറഞ്ഞ നിമിഷം ഇയാൾ ചാടി എഴുന്നേറ്റിട്ട് പറഞ്ഞു സാറേ വീഡിയോ ഉണ്ടെങ്കിൽ ഞാൻ ഇപ്പം തന്നെ അത് ബസ്സിൻ്റെ ഇന്നർ ഭാഗം മാത്രം നോക്കിക്കൊണ്ട് ഞാൻ ഐഡൻറ്റിഫൈ ചെയ്ത് തരാമെന്ന് പറഞ്ഞു. അയാളെയും കൂട്ടി പെൺകുട്ടിയുടെ അടുത്തെത്തി. ആ പെൺകുട്ടിയുടെ വീഡിയോ കാണിക്കേണ്ട നിമിഷം ഇത് ഫ്രണ്ട്സ് ബസ്സാണ് എന്ന് ഉറപ്പിച്ച് പറഞ്ഞ് ആ ഫ്രണ്ട്സ് ബസ്സിലോട്ട് ഞാൻ ഓടിച്ചെന്ന് കയറി. ഞങ്ങൾ ബാഗ് എടുത്ത് ആ കുട്ടിയെ കാണിക്കേണ്ട നിമിഷം കുട്ടി നമ്മുടെ സന്തോഷത്താൽ ഇങ്ങനെ മുകളിലോട്ട് നോക്കി പ്രാർത്ഥിച്ച്. അത് കൊച്ചി പോലീസിനും കേരള പോലീസിനും ഒരു അഭിമാനം തന്നെയാണ്. സുനിൽ സാറേ, ഇത് കഴിഞ്ഞ ഒരു എക്സ്പീരിയൻസിലേ ഇങ്ങനെ സഹായിക്കാൻ പറ്റാൻ കിട്ടുന്നൊരു അവസരം എന്നൊക്കെ പറയുന്ന കുറവായിരിക്കും. കാരണം എന്ന് പറഞ്ഞാൽ ആൾക്കാർ പഠിക്കും പറയാനായിട്ട്. പോലീസുകാരുടെ അടുത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നടക്കുമോ ഇല്ലയോ എന്നുള്ള ഒരു സംശയം എപ്പോഴും ഉണ്ടാവും എല്ലാവർക്കും. പക്ഷെ ഞങ്ങളുടെ അടുത്ത് ആ കുട്ടി വന്ന് ജോയ് സാറ് പറഞ്ഞു കഴിഞ്ഞാണ്. അപ്പോൾ ഞാൻ എടുത്ത് പറയേണ്ട ആവശ്യമില്ല. ജോയ് സാർ വന്ന് സന്തോഷം അത് നമസ്കാരവും പറഞ്ഞ് ഉടനെ കേരള അത് സല്യൂട്ട് മേടിച്ച് അതിന് ശേഷമാണ് അത് പോയത്. അത് ഞങ്ങൾ മെട്രോ സ്റ്റേഷനിൽ ആക്കുകയും ചെയ്തതില്ല. നോക്കുക എത്ര സന്തോഷത്തോടു കൂടിയാണ് അവരിത് ചെയ്തതെന്ന്. കാരണം ഇതുപോലെ ഇത്തരം ഒരു സാഹചര്യങ്ങളിൽ പെടുന്നവർക്ക് കൈത്താങ്ങായി ഇവിടെ പോലീസ് കൂടി ഉണ്ട് എന്ന് അടയാളപ്പെടുത്തുകയാണ് ഒരു കൂട്ടം ഉദ്യോഗസ്ഥർ. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ KP ധനേഷിനൊപ്പം ജാനി പോൾ, News 18. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.